അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഹസന ഉംറയുടെ നവംബർ 16 ബാച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ഹറമിലെത്തി. ഇന്നലെ രാത്രി എത്തി. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഉംറ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇന്ന് അസുർ ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരങ്ങളിലുള്ള അല്പം സ്ഥലങ്ങൾ സിയാറകൾ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. സാധാരണ എല്ലാ ഉംറകളിലും ഉണ്ടാകുന്നത് പോലെ ജന്നത്തുൽ മുഅല്ല വരെയുള്ള സിയാറ അല്ല ഇത്. അത് മറ്റൊരു ദിവസമാണ്. ഇത് പരിശുദ്ധമായ ഹറമിൻ്റെ മറ്റൊരു സൈഡിലുള്ള നമ്മൾ മഖ്ബറത്ത് ഷുബൈക്ക പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹറമുള്ളത്. കണ്ടില്ലേ, ഇത് നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ കാഴ്ച കറക്റ്റ് അടുത്ത് തന്നെ ഉണ്ടായത് നമ്മുടെ ഹറം. അങ്ങനെ അവിടെ നമുക്ക് ഈ സബീലില്ല, അതായത് നമുക്ക് സ്വതക്ക വെള്ളം ഒക്കെ കൊടുക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ആളുകളെല്ലാം പോയി ആ വെള്ളമെല്ലാം വാങ്ങി അങ്ങനെ തുടർന്ന് ഞങ്ങൾ നടന്നു. ഇപ്പോൾ ഏകദേശം ഇവിടെ സമയം ശരാശരി വൈകുന്നേരം 4:30-5 മണിയുടെ അടുത്തിട്ടുണ്ട്. അങ്ങനെ മിസ്ഫല ഭാഗത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൻ്റെ പരിസരങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഹറമിൻ്റെ പരിസരങ്ങളിലൂടെ യാത്ര എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങൾ തേടിക്കൊണ്ടുള്ള യാത്ര. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാക്ക് 53 വയസ്സായി. 53-ാം വയസ്സിലായിരുന്നു മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് എന്നൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞ വിഷയമാണല്ലേ, അല്ലേ? എല്ലാവർക്കും ഓർമ്മയുള്ള സംഭവം അല്ലേ? 53-ാം വയസ്സിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ തീരുമാനപ്രകാരം നാളെ ഉച്ചയാവുമ്പോ ഇന്ന് രാത്രിയാവുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ട് മുഹമ്മദിനെ അരിഞ്ഞു വീഴ്ത്തണം. ഇതായിരുന്നു തീരുമാനം. ഈ ഒരു വിവരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. അങ്ങനെ അറിയിച്ചത് പ്രകാരം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നട്ടുച്ച സമയം, ആരംഭപ്പൂവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ആ സൊഫാ മറവയുടെ പിന്നിലാണ്. ഇൻഷാ അല്ലാഹ് പരിസര സിയാറ നമ്മൾ കാണിച്ചുതരാം. ആ സമയത്ത് അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ വീട് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ടവറിന് അവിടെയാണ്, അതായത് ഹറമിന്റെ കാബയുടെ അപ്പുറം ഇപ്പുറമായി. ആ നട്ടുച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ വീട്ടിലേക്ക് വരികയാണ് പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നട്ടുച്ച സമയത്ത് വരുന്ന കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാക്ക് വല്ലാതെ വിഷമം. തങ്ങളുപ്പാപ്പ ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ എന്റെ ഉപ്പ എല്ലാത്തിനേക്കാൾ ഉപരി ഞാൻ അങ്ങയാണ് മഹബത്ത് വെക്കുന്നത്. അങ്ങനെയുള്ള എന്റെ ഹബീബ് എന്താണ് ഈ നട്ടുച്ച സമയത്ത് കയറി വന്നതിന് ആ ഒരു ഇതിൽ ചോദിക്കാണ്, എന്ത് പറ്റി ഹബീബെ ഈ നട്ടുച്ച സമയത്ത് ഇങ്ങോട്ട് വന്നതിന്? മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. സ്വപ്നത്തിൽ കണ്ടതും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതും പറഞ്ഞതെല്ലാം വിശദീകരിച്ചു കൊടുത്തു. അതുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോവാനുള്ള സമയമായിട്ടുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും ആരംഭപ്പോഴോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ ചോദിച്ച ഒറ്റ ചോദ്യ, തങ്ങളെ ഈ സാധുവായ അബൂബക്കറിനെയും കൂടെ കൊണ്ടുപോകുമോ? ആരംഭപ്പൂവിന്റെ ആ ചോദ്യം ആരംഭപ്പൂവിനോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നഅം എന്നുള്ള സമ്മതം കൊടുത്തു. അങ്ങനെ 4 മാസത്തോളമായി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ വളർത്തി കൊണ്ടുവന്നിരുന്ന ഒരു മൃഗം, ആ മൃഗം 3 മൃഗങ്ങളുണ്ട്. അതിൽ ഒരു മൃഗത്തെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാത്ര പോകാൻ വേണ്ടി കൊടുക്കുകയാണ്. ആരംഭപ്പൂ വില കെട്ടിക്കൊണ്ട് ചോദിച്ചു. സിദ്ദീഖ് തങ്ങൾ പാപ്പ വിലക്കല്ല, അത് അതായത് അത് സ്വതക്കയായി കൊടുത്തു. ആരംഭപ്പൂവായി തങ്ങൾ സ്വീകരിച്ചില്ല. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് ക്യാഷിന് വാങ്ങി. അങ്ങനെ ആ ഒരു വാഹനത്തിലായിരുന്നു അവര് അന്ന് മദീനയിലേക്ക് പോവുകയുണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്തായി, മുത്തായ തങ്ങൾ പറഞ്ഞല്ലോ ഹിജറ പോവുകയാണെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ പറഞ്ഞു, എന്ത് എന്നെ കൂടെ കൂട്ടുമ്പോൾ പറഞ്ഞില്ലേ? അങ്ങനെ അന്ന് സിദ്ദീഖ് തങ്ങൾ പാപ്പാണ് വീട്ടില് ഒന്നുമില്ലാത്ത വീട്ടില് ഉണ്ടായിരുന്ന കുടുംബങ്ങൾക്ക് ജീവിക്കാൻ ആകെ ഉണ്ടായിരുന്ന 5000 ദിർഹം എടുത്തുകൊണ്ട് ഹബീബിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. ഇവിടുത്തെ വിഷയം എന്ന് ചോദിച്ചാൽ, അന്ന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങൾ പാപ്പ ഇന്ന് രാത്രി ഇവിടുന്ന് പോകേണ്ട, നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളതും അങ്ങനെ എങ്ങനെയൊക്കെയാണ് രൂപങ്ങൾ പ്ലാൻ ചെയ്യേണ്ടെന്നുള്ളതും ആദ്യം എവിടെ പോകണം എന്നുള്ളതും ഇതെല്ലാം കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തമ്മിൽ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് മസ്ജിദുൽ ഹിജ്ർ എന്ന് പറയുന്ന ഈ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലം. മസ്ജിദുൽ ഹിജ്ർ അവിടെ എഴുതിച്ചിട്ടുണ്ടോ നിങ്ങള്? കണ്ടോ? ആ പള്ളിയുടെ താഴ്വശത്ത് അവിടെ എഴുതിച്ചിട്ടുണ്ടോ? അതായത് ഹബീബായ തങ്ങളും സിദ്ദീഖ് തങ്ങളും പാപ്പയും കൂടെ
മറ്റേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയ സ്ഥലം. ഒന്ന് ചിന്തിച്ചു നോക്ക്, മൊത്തം സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പി വന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ഈ വഴിയെല്ലാം അതിൽ ബറക്കത്താക്കപ്പെട്ട സ്ഥലം. മനസ്സിലായില്ലേ? നമ്മളെ ഹബീബ് ദീന് നിലനിർത്താൻ വേണ്ടിയിട്ട് മക്കയിൽ നിന്ന് പോവാം. ഇൻഷാ അല്ലാഹ് മക്കയുടെ പരിസര സിയാറയിൽ അറിയാം എന്തുകൊണ്ട് ഹബീബ് പോയി. ഹബീബിന് പോയില്ലായിരുന്നെങ്കിൽ എന്തെല്ലാം ഓഫർ ഉണ്ടായിരുന്നൊക്കെ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറഞ്ഞു തന്നിട്ടാ. അപ്പോ അത്ര വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് ഈ കാണുന്ന പള്ളിയിട്ടാ. ഇത് കാണാനിപ്പോ നമ്മൾ വന്ന് സിമ്പിളായി തോന്നുന്നുണ്ട് എനിക്ക്. ഇങ്ങനത്തെ ഒരു ചരിത്രം നമ്മൾ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അത് നിസ്സാരല്ലേ, കുറച്ച് ദൂരം നടക്കണ്ട, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? കാരണം മുത്ത് സഹിച്ചതിന്റെ അല്പം പോലും നമ്മൾ സഹിക്കാനെങ്കിലും തയ്യാറാവണ്ടേ. അള്ളാഹു നമ്മുടെ സിയാറത്ത് കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ മിസ്ഫലയിൽ നിന്ന് ഞങ്ങൾ മസ്ജിദുൽ ഹിജറെല്ലാം കണ്ടതിന് ശേഷം ഇനി ഞങ്ങൾ പോകുന്നത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന ഉമർ തങ്ങളുപ്പാപ്പയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പരിശുദ്ധമായ ഹറമിന്റെ ചുറ്റുമുണ്ട്. ഇതാ ഇങ്ങോട്ട് നോളി, ക്യാമറ വിടൂല. ക്യാമറ നമ്മളെ ഉമ്മാരെ ഒരാളെ മുഖം പെടരുത്, നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത. മനസ്സിലായില്ലേ? ഇങ്ങൾക്കും നിർബന്ധമാണ് നിങ്ങളെ മുഖം പെടരുത്. നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളെ മുഖം ഉണ്ടാവാൻ പാടില്ല കേട്ടാ. ക്യാമറ എന്തിനാ? നമ്മളെ ഈ ചരിത്രങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാനും നമ്മുടെ യാത്ര മറ്റുള്ളവർ അറിയാനല്ല, നമ്മളെ മുഖം പെടാനല്ല. മുമ്പിലേക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു ഇത്താത്തന്നെ ഉസ്താദ് എന്താ ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാത്തത്? ഇത് നമ്മളെ യാത്രക്കാരെ എല്ലാവരും ഷോ കാണിക്കാനല്ല, പുരുഷന്മാരെല്ലാവരും കാണാം. സ്ത്രീകൾ എപ്പോഴും എന്താ ചെയ്യുക? സേഫാണ്. നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് ഒരു ആഗ്രഹം വേണ്ട. അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളിലൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ. ആരംഭപ്പൂവിൻ്റെ 35-ാമത്തെ വയസ്സ് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചരിത്രങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഹറമിൻ്റെ പരിസരം പരിചയപ്പെടുത്തുമ്പോൾ വരൂട്ടാം. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 പേരായിരുന്നു. ആര്? സിദ്ദീഖ് തങ്ങളും. ഒന്ന് സഹകരിച്ചോളൂ. അലിയാർ തങ്ങളോ പാപ്പ അല്ലേ? അലിയാർ തങ്ങളോ? അപ്പൊ ഉമ്മർ തങ്ങളോ പാപ്പ കുടിയേ. ആരംഭപ്പൂവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ടവരായിരുന്നു സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ഉമർ തങ്ങളുപ്പാപ്പയും. അലിയാർ തങ്ങളെ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്. ഉമർ തങ്ങളുപ്പാപ്പയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ആരംഭപ്പൂവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മാത്രമായിരുന്നില്ല, മറ്റൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഹബീബിന്റെ ആരാണ്? അമ്മോശൻ. മനസ്സിലായല്ലേ? അതായത് ഹബീബിന്റെ ഭാര്യ പിതാവ്. എന്നാൽ സിദ്ദീഖ് തങ്ങളുപ്പാപ്പയോ ഉമർ തങ്ങളുപ്പാപ്പയോ നിങ്ങളെ അറിവിനെ പരീക്ഷിക്കാവുന്നല്ല. എന്താ പരീക്ഷ? നിങ്ങൾക്കായിട്ട് നിങ്ങളിലൂടെ വരുന്നൊരു ആശയം ഉണ്ടാവുമല്ലോ, അതറിയാൻ വേണ്ട. അപ്പൊ ഉമർ തങ്ങളുപ്പാപ്പ ആരാ? സിദ്ദീഖ് തങ്ങളുപ്പാപ്പ ഭാര്യ പിതാവ് അല്ലേ? ഉമർ തങ്ങളുപ്പാപ്പ ആരാ? എന്തെങ്കിലും ഒന്ന് കറക്കി കുത്തിക്കൂടി അലിയാക്കെ പറയ. പെങ്ങളെ ഭർത്താവോ? അല്ല. അപ്പൊ ഇതൊക്കെ എന്തായാലും നമുക്കൊരു അവസരങ്ങൾ നമ്മുടെ മനസ്സിൽ ഇനി ഉണ്ടാവണ്ട. നമ്മൾ കുറെ കാലം ഹിസ്റ്ററികളിലെ ലോകത്തോടെ പോകാത്തതുകൊണ്ട് നമുക്ക് അറിയണം. ഉമർ തങ്ങളുപ്പാപ്പയും ഹബീബിന്റെ ഭാര്യ പിതാവാണ്. ആരാ ഭാര്യ? ആയിഷത്തുൻ വാ ഹഫ്സത്തുൻ എന്ന് കേട്ടില്ലേ? ഹഫ്സ ബീവിനെ ഇട്ടങ്ങള് ഇൻഷാ അല്ലാഹ് മദീനത്ത് നിന്ന് ഹഫ്സ ബീവി ചരിത്രം പറയും. ഹഫ്സ ബീവിയുടെ ഉപ്പയായിരുന്നു ആര്? ഉമർ തങ്ങളുപ്പാപ്പ. എങ്ങനെയാണ് ഹഫ്സ ബീവി മുത്തിലേക്ക് എത്തിയത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നീട് പറഞ്ഞിട്ടാം. അപ്പോൾ ഉമർ തങ്ങളുപ്പാപ്പ ഹബീബിന്റെ എല്ലാമെല്ലാമാണ് എന്ന് മാത്രമല്ല, ഹബീബിന്റെ ഭാര്യ പിതാവാൻ ഭാഗ്യം ലഭിച്ചവരാണ് എന്ന് മാത്രമല്ല, ഹബീബിന്റെ കൂടെ ജന്നത്തുൽ ബഖിയിലോ ജന്നത്തുൽ മുഅല്ലയിലോ അല്ല, ഇത് രണ്ടുമല്ലാത്ത പരിശുദ്ധമായ റൗളയേക്കാളും ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമുണ്ട്. അതാണ് മദീനയിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട ജനാസ കിടക്കുന്ന സ്ഥലം, തങ്ങളുപ്പാപ്പയുടെ ജനാസ കിടക്കുന്ന സ്ഥലം. ആ സ്ഥലമാണ് ഈ ഭൂമിയിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലം. അവിടെ ഹബീബിന്റെ കൂടെ ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് കൂടെ കിടക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് സിദ്ദീഖ് തങ്ങളുപ്പാപ്പയും ഉമർ തങ്ങളുപ്പാപ്പയും. എങ്ങനെയാണ് അവർക്ക് ഭാഗ്യം ലഭിച്ചത് എന്നുള്ളതും എങ്ങനെയാണ് അവരുടെ എത്തിപ്പെട്ടതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് മദീനയിൽ പിന്നീട് പറഞ്ഞു തരട്ടാം. അപ്പൊ അങ്ങനെയൊക്കെ വലിയ ഭാഗ്യം ലഭിച്ച ആരംഭപ്പൂവിന് എല്ലാ നിലക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഉമർ തങ്ങളുപ്പാപ്പ ജനിച്ച സ്ഥലമാണ് ഈ കാണുന്ന ജബൽ ഉമർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. മനസ്സിലായില്ലേ? ഒരു ഏരിയ കേട്ടാ. മൈന്യൂട്ട് മുമ്പൊക്കെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. ആ ഗുഹ എന്തായി? പൊളിക്കപ്പെട്ടു. ഇപ്പൊ ഈ കാണുന്ന ഏരിയ മനസ്സിലായില്ലേ? അതായത്
സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ വീടാണ് ഈ ക്ലോക്ക് ടവർ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തുണ്ട്. സിദ്ദീഖ് തങ്ങൾ പാപ്പയുടെ വീട്. അബൂബക്കർ ഉമർ തങ്ങൾ പാപ്പയുടെ വീട് ജനിച്ച സ്ഥലം ഇവിടെ ആരംഭപൂ ജനിച്ച ഹറമിന്റെ പിൻവശം. നമ്മൾ മനസ്സിലാക്കണം, പണ്ടത്തെ ഒരു കാലം, അതായത് മലകളൊക്കെ ഉള്ള കാലം, ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തൊരു കാലത്തുണ്ടായിരുന്ന 3 വീടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോ ഉമർ തങ്ങൾ പാപ്പ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാല് ഹബീബിന് ഇഷ്ടപ്പെട്ട ഒരാള് ജനിച്ചതാവട്ടെ, നടന്നതാവട്ടെ, ഇരുന്നതൊക്കെ ബറക്കത്തുള്ള. മനസ്സിലായില്ലേ? അപ്പൊ ഉമർ തങ്ങൾ പാപ്പ ജനിച്ച ഈ മണ്ണൊക്കെ എന്തുകൊണ്ടും പുണ്യമുള്ള. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഉമർ തങ്ങൾ പാപ്പയുടെ ചെറുപ്പകാലൊക്കെ ഇതുവഴി ഒരുപാട് നടന്നുണ്ടാവില്ലേ? അപ്പൊ ഇതൊക്കെ പുണ്യമാക്കപ്പെട്ട മണ്ണുകളിലൂടെയാണ് നമ്മുടെ യാത്രകളെല്ലാം നടക്കുന്നത് കേട്ടാ. അള്ളാഹു നമ്മുടെ സിയാറത്ത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി നമുക്ക് സുമയ്യ ഉമ്മയുടെ മക്ബറയിലേക്ക് സിയാറത്തിന് പോവാം. സുമയ്യ ഉമ്മ എന്തുകൊണ്ട് ഇസ്ലാമിന് വലിയ മഹത്വം നേടിയെടുത്തു നോക്കി ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറയട്ടെ. അവിടുന്ന് ഒരു 10 മിനിറ്റിന്റെ അടുത്ത് എല്ലാവരും കൂടെ വരാം. ഇനി അങ്ങോട്ട് തിരക്കുണ്ടാവട്ടെ, കൂടെ തന്നെ വരണേ. അങ്ങനെ ജബൽ ഉമർ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് മഖ്ബറത്ത് ഷുബൈക്കയിലേക്കാണ്. യഥാർത്ഥത്തിൽ മഖ്ബറത്ത് ഷുബൈക്കയിലെ ചരിത്രങ്ങൾ നിലവിൽ നമ്മുടെ വീഡിയോയിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അവിടെ എത്തിയപ്പോൾ ഷൂട്ട് ചെയ്യൽ ചില അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഷൂട്ടിംഗ് നടന്നിട്ടില്ല. ഏതായാലും പരിശുദ്ധമായ ഹറമിൻ്റെ ഒരു 6-ാം നമ്പർ ബാത്റൂമിൻ്റെ സൈഡിലൂടെ ഞങ്ങളിങ്ങനെ ആ പവിത്രമായ മണ്ണിലൂടെ നടന്നു നീങ്ങുന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ഹസന ഉംറയിലെ ഉമ്മമാർ അവരൊക്കെ ഈ ചരിത്രങ്ങൾ കാണാനും അറിയാനും അനുഭവിക്കാനും അവർ കാണിക്കുന്ന ആ ഒരു ഉന്മേഷം കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. പ്രിയ സുഹൃത്തെ, നമ്മുടെ ഈ ഉംറക്കിടയിൽ ഇതുപോലെ വീഡിയോകളെല്ലാം എടുത്തു നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആയതിനാൽ നിങ്ങളെല്ലാവരും നമ്മളെ ഈ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ വീണ്ടും കാണാം മറ്റൊരു കിടിലൻ വീഡിയോയുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.